മധ്യപൂർവ്വദേശത്തെ യുദ്ധഭീതിക്കിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ ഇറാന് ശക്തമായ മറുപടി നൽകണമെന്നാണ് G7 രാജ്യങ്ങളുടെ അഭിപ്രായമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരും. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇന്നലെ ജോ ബൈഡൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. ഇസ്രായേലിന് ആവശ്യമായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള നിലയിലായിരുന്നു അത്. പക്ഷേ ഇന്നിപ്പോൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരാക്രമണവും അനുവദിക്കില്ല എന്ന നിലപാടിലാണോ? അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിലും കൂടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? എന്താണ് ശരിക്കുള്ള നിലപാട് എന്ന കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് സ്മിത. അതിൽ കൺഫ്യൂഷൻ വേണ്ട. കാര്യം അത് തീർച്ചയായിട്ടും തിരിച്ചടിക്കണം എന്നുള്ള ഒരു നിലപാട് അമേരിക്കയ്ക്ക് ഉണ്ട്. പക്ഷേ ഈ യുദ്ധം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ പാടില്ല. കാര്യം ഇറാനും അത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും ഈ അമേരിക്കയും ഒക്കെ നേരിട്ട് യുദ്ധത്തിലേക്ക് വരാൻ പാടില്ല. ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഇന്നലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇറാൻ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരം എന്നായിരുന്നു നെതന്യാഹു ഇറാന്റെ ആക്രമണത്തെ പറ്റി പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിടുന്നതായി നേരത്തെ തന്നെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയ്ക്കും അത്തരം സംശയങ്ങൾ ബലപ്പെട്ടതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഇപ്പോൾ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയാൽ അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് ബൈഡൻ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. തിരിച്ചടിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് പരോക്ഷമായ യോജിപ്പുണ്ട്. പക്ഷേ അത് ആനുപാതികമായിരിക്കണമെന്നാണ് ബൈഡൻ വ്യക്തമായിരിക്കുന്നത്. അതായത് അത്ര വലിയ തോതിൽ ആക്രമണം നടത്തരുത്, ഇസ്രായേൽ മറുപടി നൽകണമെന്നുള്ള ഒരു അഭിപ്രായം G7 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടെന്നും ബൈഡൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇസ്രായേലിന്റെ സൈനിക നീക്കം എന്താണെന്നുള്ള കാര്യം അമേരിക്ക അവരുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും അധികം താമസിയാതെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ഈ തിരിച്ചടിക്കുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമയവും രീതിയും അധികം വൈകാതെ തീരുമാനിക്കുമെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സ്മിത. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു.